രാഹുൽ ഗാന്ധിയുടെ മേൽ ഒരു കണ്ണ് വേണമെന്നും ഏത് നിമിഷവും ബംഗ്ലാദേശ് മോഡൽ കലാപവും അട്ടിമറിയും ഇന്ത്യയിലും നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും റിപ്പബ്ലിക്കൻ ചാനൽ മേധാവി അർണബ് ഗോസ്വാമി ആരോപിച്ചിരിക്കുകയാണ്. മോദി ഭരണത്തെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ മകൻ അലക്സ് സോറോസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസിനെ കഴിഞ്ഞ ദിവസം കണ്ടു എന്ന വാർത്തയാണ് അർണബ് ഗോസ്വാമി ഇത്തരത്തിൽ താക്കീത് നൽകാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പാവയാണ് രാഹുൽ ഗാന്ധി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹം അക്രമം, തീവെപ്പ്, അരാജകത്വം ഇവ സൃഷ്ടിച്ചേക്കാമെന്നാണ് അർണബ് ഗോസ്വാമി പ്രധാനമായി പറയുന്നത്. ബംഗ്ലാദേശിൽ 15 വർഷമായി തുടർച്ചയായി ഭരിച്ച ഷെയ്ഖ് ഹസീനെ മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം ഏറ്റെടുത്ത ഉടനെയാണ് വിദ്യാർത്ഥി കലാപത്തിലൂടെ പ്രധാനമായും അട്ടിമറിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ കൊണ്ട് സൃഷ്ടിച്ച കലാപം ഒരിക്കലും യാദൃശ്ചികമായിരുന്നില്ല, ആസൂത്രിതമായിരുന്നുവെന്ന വസ്തുത പിന്നീട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അമേരിക്കയിൽ നടന്ന ഒരു ചടങ്ങിൽ ഈ കലാപം ആസൂത്രണം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി നേതാവിനെ ബിൽ ക്ലിന്റൺ മുൻപിൽ വെച്ച് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ കലാപം നടത്തി ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് അഭിനന്ദിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ബിൽ ക്ലിന്റന്റെ ഭാര്യയുടെ പേരിലുള്ള ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ മുഹമ്മദ് യൂനസ് 2.5 കോടി രൂപയോളം സംഭാവന നൽകിയിരുന്ന കാര്യവും ഈയിടെ പുറത്തു വരികയുണ്ടായി. മറ്റ് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലെ കണ്ണികളാണ് ഇത്തരം NGO സംഘടനകൾ എന്നത്. ജോർജ് സൊറോസിന്റെ നിരവധി NGOകൾ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൊരു സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായി സലിൽ ഷെഡ്ഡി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ യാത്രയുടെ ലക്ഷ്യം 3-ാം ഊഴത്തിലേക്ക് പോകുന്ന മോദിയെ തടയുക എന്നതായിരുന്നു. ഭാരത് ജോഡോ യാത്ര പോലും ആസൂത്രണം ചെയ്ത ജോർജ് സൊറോസിന്റെ സംഘടനയാണെന്ന തരത്തിലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും ഒരു സാമൂഹ്യ കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് അർണബ് ഗോസ്വാമി അഭിപ്രായപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകുക രാഹുൽ ഗാന്ധിയാണെന്നും സമൂഹത്തിൽ കലാപം വിതയ്ക്കാനും ഒരുങ്ങിയിരിക്കുന്ന നേതാവാണെന്നും ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കണമെന്നാണ് അർണബ് ഗോസ്വാമി നൽകുന്ന മുന്നറിയിപ്പ്.